അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ മുതിരപ്പുളിയാണ് കേട്ടോ. നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് തണുത്തതൊക്കെ കഴിച്ച് മൊത്തം ജലദോഷവും പനിയും അങ്ങനെ ഓരോ അസുഖങ്ങൾ. ഇന്ന് ഒരു നാടൻ മുതിരപ്പുളി വയ്ക്കാൻ പോകണേ. ഇന്നത്തെ കറി നല്ലപോലെ ഇതിനെ വറുത്തെടുക്കട്ടെ കേട്ടോ. ചോക്കനെ വറുക്കണം. വറുത്താൽ ഇത് അടിപൊളിയായിരിക്കും കഴിക്കാനും. ഇപ്പം നല്ലപോലെ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കാം കുറച്ച് സമയം. ഇപ്പം ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാം. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. ചോറ്റിന് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊന്നേരിയാണ്, വേഗമാവും ചെയ്യും. ഗ്യാസിന് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകണം. എനിക്ക് ഈ ജയ അരി അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം കൊടുക്കാനും എല്ലാം കൊണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ പൊന്നേരി തന്നെയാണ് കേട്ടോ. റേഷനരിയും വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പൊന്നേരി ഇല്ലാത്ത സമയത്ത് റേഷനരി വയ്ക്കും. ആ റേഷനരി ഒന്നും എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. വെള്ള കാർഡാണ്. VIP അല്ലേ, നല്ല VIP ആണ്. ഒരുപാട് നമ്മൾ കടംപെട്ടതൊക്കെയാണ് ഓരോ വീടുകൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന കാർഡ് വെള്ളയായി. അപ്പോൾ അതുകൊണ്ട് റേഷനരിയും കിട്ടാൻ വഴിയില്ല. 2 കിലോനോളം കിട്ടും തോന്നുന്നു, 2-2.5. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയായിരിക്കും. എപ്പോൾ കൂടുതൽ കിട്ടുന്നൊന്നും അറിയില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഇത് വയ്ക്കും, ഇതില്ലാത്ത സമയത്ത് റേഷനരി വയ്ക്കും. അപ്പോൾ നല്ല കഴുകി അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഞാൻ തൊലിച്ചിട്ടില്ല, തൊലിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ വെളുത്തുള്ളി നേരാക്കി എടുക്കാം. അപ്പോൾ വെളുത്തുള്ളി തൊലിച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും തൊലിച്ചില്ല. ഇത് ഞാൻ ബാക്കി വെച്ച്, സംഭവം കിട്ടുന്നില്ല, ഭയങ്കര ചെറുതാണ്. ഇത്രേ തൊലിച്ചുള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകി രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടത് കഴുകണം, ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ വരട്ടെ. ചോറ് തിളച്ചു. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. വേഗം വേകുന്ന അരിയാണ് കേട്ടോ. നല്ല ഇടയ്ക്കൊന്നും നോക്കി കൊടുത്തില്ലെങ്കിൽ അങ്ങനെ അളിഞ്ഞു പോകും. അപ്പോൾ മുതിരപ്പുളിക്ക് ഇടാൻ പോകുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഒന്നുമല്ല. ആദ്യം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. നല്ല കഫക്കെട്ടും ചുമയൊക്കെ ആണെങ്കിൽ കുറച്ച് തൊങ്ങനെ തന്നെ ജീരകം ഇട്ട് കൊടുക്കണേ. അതുപോലെ കുരുമുളക് കുറച്ച് ഇട്ട് കൊടുക്കണം. നല്ല കാരമുള്ളതാണേ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ തേങ്ങ ഒഴിച്ചൊന്നും വെക്കുന്ന കറിയല്ല. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളി വെള്ളത്തിലിടണം. ഇത്ര പുളി ഇടുന്നുണ്ട്. തക്കാളിയൊന്നും ഇടുന്നില്ല, ഇത് മാത്രം. അതുകൊണ്ട് ഇത്ര പുളി എടുത്തു. ഇത് താളിക്കാനുള്ളതാണ്. ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ.
അപ്പോൾ കറി ഒന്ന് നോക്കട്ടെ. മുതിര നന്നായി വെന്തിട്ടുണ്ട്, ഒന്ന് തുറക്കട്ടെ കേട്ടോ. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ പുളി പിഴിഞ്ഞ് ഈ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നല്ല പുളി പിഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് ചണ്ട് വേണം, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ്. ഇതാണ് പാലക്കാടൻ മുതിരപ്പുളി. നല്ല ചുമ, പനി, കഫക്കെട്ട് ഒക്കെ മാറാണ്ടാകുമ്പോൾ ഒരു ചുളിവ് മരുന്നാണ്. ഇത് പോകുമ്പോൾ വയറ്റിക്ക് നല്ല തണുപ്പാവും. അപ്പോൾ കുറച്ച് ചുമയ്ക്കൊക്കെ ഇത്തിരി സമാധാനം കിട്ടും. ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഇപ്പം നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോഴാണ് ഉപ്പിടണം കേട്ടോ. എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ സോക്കനെയാണ് മുരിയട്ടെ, എന്നാലേ മണം ഉണ്ടാവുള്ളൂ. കറിവേപ്പില ഇടാന്ന് പറഞ്ഞാൽ കറിവേപ്പില ഇല്ല, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വെറുതെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചാറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അതിന് പപ്പടം വറുക്കണം കേട്ടോ. പപ്പടം വറുക്കാൻ വേണ്ടി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇറക്കി വെച്ചു. ഇതിന് താളിപ്പ് കൊടുക്കാം. അപ്പോൾ നല്ല റെഡായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചാറ്റിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. പപ്പടം ഇട്ട് കൊടുക്കുക. പപ്പടക്കോല എവിടെയാണ് കിടക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ചോറ്റിൻ്റെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. തിരയാൻ മടിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വറുക്കൽ. മകൾക്ക് സ്കൂളിൽ പോകാൻ ടൈമായി, വേഗം ചോറ് കൊടുക്കാനാണ്. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ആദ്യം മകൾക്ക് കൊടുക്കട്ടെ. മുതിരക്കറി. ഒരു പപ്പടം. ഈ ഉരുളക്കിഴങ്ങ്. ഇന്നത്തെ ഊണ് ഇതാണ്. ചോറ്, പപ്പടം, മുതിരക്കറി. ചുമയ്ക്കും ജലദോഷമൊക്കെ എല്ലാവർക്കും ആയപ്പോൾ വെച്ച് കിട്ടാം. പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത്.